ഇവിടെ തോക്ക് കിട്ടിയോ? വെടിശബ്ദം കേട്ട്. സാറേ അതാ ലീല. സാറേ അതല്ല, ലീലയുടെ വീട്ടില് പറ വന്നപ്പം കഥന പൊട്ടിയതാ. പോട്ട് സാറേ, അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും തോന്നലെന്ന പിന്നെ കാണുന്ന കേൾക്കുന്നല്ല അതായിട്ട് തോന്നും. നീ കൂടുതൽ ചിരിക്കല്ലേ. നീ ഒറ്റയൊരുത്തി കാരണമാണ് ഈ പോലീസുകാരെല്ലാം ഇന്ന് അനുഭവിക്കുന്നത്. നിന്റെ ഒരാളുടെ അശ്രദ്ധ, അത് കാരണം മാത്രം. എടി, ഡ്യൂട്ടി ചെയ്യാൻ വന്നാൽ ഡ്യൂട്ടി ചെയ്യാൻ പഠിക്കണം, അല്ലാതെ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരിക്കലും ഇരിക്കരുത്. വല്ലവന്റെ ഫോണും വന്നാൽ സംസാരിച്ചുകൊണ്ട് അങ്ങ് പൊയ്ക്കോണം. സാറേ എന്തോ പോട്ടെ നാടു, ഇവിടെ ഒറ്റയൊരുത്തിയിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ആണോ? വിളിക്കുന്നു ഡിവൈഎസ്പി. കേക്ക്, എല്ലാം കേക്ക്. ഞാൻ മാത്രം ഈ പ്രശ്നം അനുഭവിച്ചാൽ പോരാ, ഈ ഇരിക്കുന്ന എല്ലാ എണ്ണം കേൾക്കണം. സാർ, ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇല്ല, ഞാൻ തളരത്തില്ല. ഇത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റാണെങ്കിൽ ഇത് ഞാൻ തന്നെ വീണ്ടെടുക്കും. ഞാൻ തന്നെ ഇത് കണ്ടുപിടിക്കും. എൻ്റെ ഭർത്താവിനും പോലീസ് സേനയ്ക്കും ഞാനൊരു അഭിമാനമാകും. Suspension with immediate effect. ഇവിടെ ചിലർക്ക് സസ്പെൻഷനൊക്കെ കിട്ടി. ഇവിടെ ഇരിക്കുന്നവർക്ക് കൂടെ വേണ്ടെങ്കിലേ ഇറങ്ങിക്കോ ബാ. സർ, ഞാനിവിടെ വന്നോട്ടെ. ഒന്നുമില്ലെങ്കിൽ ഞാൻ കാരണമല്ല ഇത്രയും പ്രശ്നം ഉണ്ടായത്. എനിക്ക് തന്നെ അവനെ പിടിക്കണം. സസ്പെൻഷനിലായ പോലീസുകാരെ കൊണ്ട് അന്വേഷണത്തിന് പോകാറില്ല. ഒരു പോലീസുകാരി എന്നുള്ള നിലയിൽ വേണ്ട, ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഞാൻ വന്നോട്ടെ സാറിൻ്റെ കൂടെ, അല്ല ഇച്ചായൻ്റെ കൂടെ. സാറേ, മാഡത്തിനെ കൂടെ മുഖം കൊണ്ടുപോവാ, നമ്മളല്ലേ അറിയൂ. തോക്ക് കണ്ടുപിടിച്ചോ സാറേ? ഇല്ലല്ലോ, കണ്ടുപിടിക്കണ്ടേ? അപ്പൊ വാ നിക്ക. എല്ലാരോടുമായിട്ട് ഞാനൊരു കാര്യം പറയുക. ഇത്രയും നേരം എല്ലാ എണ്ണവും തമാശയായിരുന്നു. ഇനി മുതൽ ഈ കാര്യത്തെ സീരിയസ് ആയിട്ട് കണ്ടോണം, കേട്ടല്ലോ? നിന്റെയൊക്കെ തോക്ക് കാണാതെ പോയല്ലേ? ഒരു തോക്ക് സൂക്ഷിക്കാൻ പറ്റാത്ത നീയൊക്കെയാണോ ഒരു സ്റ്റേഷൻ പരിധി സൂക്ഷിക്കാൻ പോണേ? അവന്റെ 2 സ്റ്റാറും നീല കയറും കോപ്പും തുറന്നുവിടാ. മൈൻഡ് ചെയ്യണ്ട. മൈൻഡ് ചെയ്താ ഇപ്പൊ നമ്മുടെ മൂഡ് പോകും. സീരിയസ്. പെട്ടെന്ന് കേറ്. പെട്ടെന്ന് എടുക്കും. ശരിയെന്ന്. കേറ്.
കേറ് കേറ്. ഈ നാട് മുഴുവൻ ശൗചാലയം ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞിട്ട് എവിടെയാ ശൗചാലയം? തേക്കിൻ്റെ മൂടാണ് എൻ്റെ ശൗചാലയം. എങ്ങനെ ചാടും ഇത്? പരട്ട എസ് ഐ അവനാ എൻ്റെ അടുത്ത് പറയാൻ കള്ളു കുടിക്കണ്ടെന്ന്. പക്ഷേ അവനല്ല, അവൻ്റെ തന്ത എന്ന് പറഞ്ഞാലും ഞാൻ കുടി നിർത്തുകയല്ല. ഇതും തീർന്നു. ഓ മൈ ഗോഡ്, മദ്യം ബോട്ടിൽ ഈസ് എംപ്റ്റി. വളരെ 100 രൂപ ഉണ്ടോ? ആ 100 രൂപ ചോദിച്ചോളൂ. അവിടെ 10 ഞാൻ ചോദിച്ചത് മതി. ഇതാന്നോടാ നിന്റെ ധ്യാനത്തിന് മുമ്പുള്ള പ്രിപ്പറേഷൻ. അതുപോലെ നന്നാവുന്നതിന് മുന്നേ എന്നാ ഒന്ന് നശിച്ചേക്കാൻ വിചാരിച്ചു സാർ. ഓ അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ടല്ലേ സാറിനെ. സാറിന് എന്ത് ചെയ്യടോ? ഇതിനകത്ത് ഐസ് മാത്രമേ ഉള്ളല്ലോ. വെള്ളത്തിലിട്ടാ പിടയ്ക്കുന്ന മീനാട്ടോ. ഇക്കിലിടണം പിടക്കണമെങ്കിൽ. സാറിനെ സീഡ് വേണോ നോർമൽ വേണോ? 2 പെൺഡ്രൈവ് കൊണ്ടുവന്നി. കൊച്ചിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വറുത്ത് കൊടുക്കണ്ടേ? മീനൊന്നും ഇല്ല. എടി നമ്മളെ നാളെ എല്ലാരും കൂടി ഇട്ട് വറക്കുവന്ന്. ഇങ്ങോട്ട് വാടി അതാ ഇട്ടിട്ട്. ശരിയാ. താനിയാളെ വീട്ടിൽ കൊണ്ട് വിട്ടേലോടോ? നിന്നെ വീട്ടിൽ കൊണ്ട് വിട്ടേന്നാ പറയുന്നേ? എല്ലാ വീട്ടിലും കൊണ്ട് വിട്ടൊന്നുമില്ല. കള്ളം പറയുന്നോടാ റാസ്കളെ. വിട്ടാന്ന് വിട്ടിട്ട് സാറ് പോകാൻ്റെ പോലെ ഞാൻ നൈസായിട്ടങ്ങ് ഇറങ്ങി. സാറേ, ഇവൻ ലോക ഉടായിപ്പ. സാധനം ഇവൻ്റെ തന്നെ ഉണ്ട്. ഇവന് വേറെ എന്തോ ഉദ്ദേശം. പോയി ചെക്ക് ചെയ്യടോ. സാർ സാറും കൂടെ വരുന്നു. ഒരുമിച്ച് പോയി നോക്കാം. അതല്ലേ അല്ലേ? നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ സാധനമില്ല നിന്ന്. അയ്യ നീ തീർന്നടാ, നീ തീർന്ന്. സാധനം തീർന്നു എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല. എനിക്ക് എടുക്കടാ സാധനം. ഞാൻ എഴുന്നിട്ട് നിങ്ങൾ ട്രെയിനിട് പൈസ ഇട്. പിന്നെ 700 രൂപ ഫുള്ളിന്. എടാ സാധനം എടുക്കാന് 700 രൂപ സാ. നിന്നോട് കുപ്പിടാനോ ചോദിച്ചേ? അടിച്ചോണ്ട് തോക്കെന്തിനാ? അതിൻ്റെ കാര്യം അടിച്ചോണ്ടേ തോക്കോ? വെള്ളത്തിലെടുക്കല്ലേ? ധർമ്മ സാറേ, ഇവരോടൊക്കെ മാന്യമായിട്ട് സംസാരിക്കണം, എന്നാലേ സാധനം കിട്ടും. ഹലോ മിസ്റ്റർ, ഇയാളുടെ കയ്യിൽ തോക്കുണ്ടെന്നും താനത് ഒളിപ്പിച്ച് വെച്ചേക്കുമെന്ന് ഞങ്ങൾക്ക് നല്ലോണക്ക് അറിയാം. വെറുതെ കേസ് ആവുന്നതിന് മുമ്പേ സാധനം തന്നെ. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ച് മൂട് കയറിയിരിക്കുക. അത് ആരും ഒന്ന് കവച്ചിരുന്നപ്പോഴേ മനസ്സിലായി മൂട് കയറിയിരിക്കുമെന്ന് പാറ്റിൻ്റെ. എന്നാ സാർ ഒന്ന് തയ്ച്ചു വെച്ചോളൂ. തയ്ച്ചില്ലായിരുന്നു. എന്ത് തയ്ക്കാനാ? എൻ്റെ ഡ്യൂട്ടി ആയിരുന്നോ? നിങ്ങളുടെ ഡ്യൂട്ടി അല്ലായിരുന്നോ? കുറച്ച് സീഡിമി വാങ്ങിച്ച് കൊച്ചിന് വറുത്തരച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലല്ലോ. അത് വാങ്ങിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. അനുഭവിച്ചു. നിങ്ങൾക്കും കൈയും കാലും ഉണ്ട്, നിങ്ങൾക്ക് തയ്ക്കാം. ചെക്ക് ചെയ്യടോ, ഞാൻ വണ്ടിയെ കാണും. ഡോ, എന്റെ സ്വഭാവം തനിക്കറിയത്തില്ല. വരയ്ക്ക് സാധനം താണോ? കണ്ടോ സാധനം? അയ്യോ സാറേ, ഇവന്റെ ഈ സാധനം ഉണ്ട്. കുറെ നേരമായി തുടങ്ങിയിട്ട് തോക്കുതാ കിടക്കുന്നത് നിങ്ങളുടെ തോക്ക്. ഇതിലൊക്കെ പോയി ചെറുക്കൻ്റെ തട്ടിപ്പുറത്ത് മേടിച്ചാ അടിച്ചു കഴിഞ്ഞിട്ട് വിടാലോ എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കേസും കൊടുത്തു. ഇത്ര പെട്ടെന്ന് സാർ എന്തുവായിരുന്നു പറഞ്ഞേ? ഇതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ലേ മേഡം ആൾക്കാർ പറയുന്നത് ഏതൊരു പോലീസുകാരനും ഒരു അബദ്ധമൊക്കെ പറ്റുന്നു. നിർത്ത് അടുത്ത ആളെ നോക്കാൻ പോകാം. അബദ്ധം പറ്റിയല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞ ആ സി ഡി മീൻ വാങ്ങിക്കുന്നത്. അത് വാങ്ങിച്ചെങ്കിൽ അതെങ്കിലും ആയേനെ. ഇതിപ്പോ മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കും. അതിന്റെ ഇടയ്ക്ക് ആവശ്യമില്ലാതെ വർത്തമീന്റെ കാര്യം പറയരുത് കേട്ടല്ലോ. എടുക്ക് സുമേഷ വണ്ടി. സുമേഷ് എന്ത് ചെയ്യണോ? ഞാൻ എന്തുവാടേ കാണിക്കുന്നത്?
ഇങ്ങോട്ട് വാടോ. സാറേ പൊട്ടാസ് തോക്ക് എനിക്ക് പണ്ട് പേടിയാ. ഓ ഒന്ന് എറിയാനൊന്നുമില്ല. കറാണ്ട് കേട്ട് വെക്കല്ലേ വെക്കല്ലേ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും അപ്പോഴേ പറഞ്ഞതാണോ ഇതിവന്മാരൊന്നുമല്ല അവളാണെന്ന്. അവള് എന്നിട്ട് നിങ്ങൾക്ക് ആർക്കും എന്നെ വിശ്വാസമില്ലായിരുന്നു. ഇപ്പം അനുഭവിച്ചു. ഞാൻ വിചാരിച്ചു ഒരു പെണ്ണിനെ കണ്ടുകൂടാല്ലോ, അതുകൊണ്ട് പറയുന്നതെന്ന് വിചാരിച്ചു. എന്നിട്ടിപ്പോൾ എന്തായി മനസ്സിലായില്ലയോ? അവിടെ ഒരാട്ടും വേലയും കരച്ചിലും പിഴിച്ചിലും എനിക്ക് അപ്പോഴേ ഡൗട്ടായിരുന്നു ഇവളാന്ന്. നിങ്ങൾക്ക് സംശയമായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിരുന്നു ഇവളാന്ന്. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താ എല്ലാവരും കൂടെ ഇവന്മാരുടെ പുറകെ പോയി. നിങ്ങൾ ഈ കുറേ നേരം കൊണ്ട് അവളെന്ന് പറയുന്നല്ലോ. ഏതവള്? അവൾ ഏതാ? ഇതുവരെ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആരാ മേഡം അവള്? ഇതെല്ലാം കൂടെ എൻ്റെ അടുത്ത് ചോദിക്കാനെന്തോ ഞാൻ എന്തോ കണിയാനോ ചോദിച്ചോ വല്ലോ ആണോ? നമുക്ക് സ്റ്റേഷനിൽ പോയി ഡീറ്റെയിൽസ് തപ്പാം ചൗക്കത്തിൻ്റെ അടുത്തു നിന്ന്. ശരിയാ, വണ്ടി എടുക്ക്. സാറേ ചായ മൂച്ചിട്ട്. അല്ലേ സാറേ ചായ കുടിച്ചിട്ട് വണ്ടി എടുക്കണോ? ഹലോ, എന്തോ പറ്റി? ഹലോ ഹലോ ഹലോ, കൊച്ചിൻ്റെ സ്കൂളിൽ നിന്ന് വിളിച്ച, പെട്ടെന്ന് സ്കൂളിലോട്ട് ചെല്ലാൻ. കൊച്ചിൻ്റെ സ്കൂളിൽ നിന്നോ? അതിപ്പോൾ വിളിച്ചത് എന്തോ? എനിക്കറിയത്തില്ല. ഇനി കൊച്ചിന് എന്തെങ്കിലും പറ്റിയോ? ഇനി തോക്കടിച്ചോണ്ട് പോയത് മാഫിയ വല്ലതും ആണോ? കൊച്ചിനെ അവർ തട്ടിക്കൊണ്ട് പോയിട്ട് വല്ല വിലപേശാനാണോ? എനിക്ക് പേടിയാവുന്നല്ലോ. ഇല്ല, കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. പക്ഷേ കൊച്ചിനെ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? അവർ നിസ്സാരക്കാരായിരിക്കത്തില്ല. ഞാൻ കൊച്ചിനെ അയ്യോ, എന്താ ഒന്നും പറയാത്തേ? എന്താ ഒന്നും പറയാതിരിക്കുന്നേന്നോ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. എന്താ പറ്റി ടീച്ചറെ? എന്താ ഉണ്ടായെന്നോ? എന്താടാ നീ എനിക്ക് മുട്ടായി തരാത്ത? സൗകര്യമില്ല. എന്താടാ നിനക്ക് വന്നാല്? ഞാൻ പോലീസാടാ. ഒറ്റിനെ തീർത്തിട്ടുണ്ട്. ഓവർ. വയർലെസ്സോ? എങ്ങനെയാണ് കൊച്ചിൻ്റെ വയർലെസ് വന്നത്? എനിക്കറിയാവോ എങ്ങനെയാണ് നിന്റെ കയ്യിൽ വയർലെസ് വന്നത്? അമ്മയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അതോടെ കൊണ്ട് കളാം. അതോടെ എൻ്റെ തലക്കോട്ട് വെക്കാം. ഞാൻ എന്തെങ്കിലും ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അതിന്റെ ബാഗിനകത്ത് എടുത്ത് വെച്ചത്. നിങ്ങൾ തരത്തില്ലയോ? ലീവും തരത്തില്ല, ഒന്നും തരത്തില്ല. ദയവേത് ഇതിനെ കൊണ്ട് അങ്ങ് പോയി തരാവോ? കംപ്ലൈൻറ്റ് കേട്ട് മടുത്തു. പോലീസും പട്ടാളമൊക്കെ അങ്ങ് വീട്ടിൽ. കുഞ്ഞിനെ സ്കൂളിൽ വിടുകയാണെങ്കിൽ മര്യാദയ്ക്ക് വിടുക. വീട്ടിലോട്ട് പോകട്ടോ. പ്രിയപ്പെട്ട ജനങ്ങളെ, ഫോക്കസ് വള്ളിമല ഇന്നൊരു എക്സ്ക്ലൂസീവ് ന്യൂസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, തോക്ക് തട്ടിക്കൊണ്ടുപോയ സംഘം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് സത്യമാണോ? പിന്നെ ഈ ഇരിക്കുന്ന ആരാടാ? നിന്റെ കീച്ചിപ്പാപ്പയോ? എന്നാൽ മറ്റൊരു ചോദ്യം കൂടെ, തോക്കിന്റെ നിരോധനത്തിനെ കുറിച്ച് പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? അപ്ഡേറ്റ് ഉണ്ട്. തോക്ക് പോളിഷൊക്കെ ചെയ്ത് ഒന്ന് പെയിന്റ് അടിക്കണം. പൊടാ പോ തരത്തിൽ പോയി കളി. നീ അങ്ങ് തിന്നെ, നീ ആ മൈക്കങ്ങ്.
സൗഖ്യത്തെ ഷൗക്കത്തെ രാവിലെ വന്ന കൊച്ചിന്റെ ഡീറ്റെയിലിംഗ് എടുക്കാം. എടോ രാവിലെ എൻ്റെ റൂമിലോട്ട് കരഞ്ഞു പോയിക്കൊണ്ടൊരു പെങ്കൊച്ചു വന്നില്ലയോ ആ കൊച്ചിൻ്റെ? അതിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടില്ല. പിന്നെ എന്താ മുഞ്ചാ നിൽക്കുവാടോ? സാറേ ആ കൊച്ച് കരഞ്ഞോട് സാറിന്റെ റൂമിലോട്ട് വന്നു, അതുപോലെ തന്നെ കരഞ്ഞോട്ട് ഇറങ്ങി പോവുകയും ചെയ്ത്. ഞാനൊരു സാറുമായിട്ട് സംസാരിച്ചിരുന്നു. എടോ സർക്കാർ തന്നെ ഇവിടെ നിയമിച്ചേക്കുന്നതേ വരുന്നവരുടെ പോകുന്ന ഡീറ്റെയിൽ കളക്ട് ചെയ്യാനാ. സാറുണ്ടാക്കിയെന്ന് വിചാരിച്ചെന്ന് പറ്റത്തില്ല, കളഞ്ഞിട്ട് പോടും. ഹലോ, വള്ളിമല പോലീസ് സ്റ്റേഷൻ. സത്യമാണോ? ആലോചിച്ചിട്ട് ഭ്രാന്താവുന്നല്ലോ ദൈവമേ. സാർ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. നിങ്ങൾ പോയിട്ട് വേണം. അല്ല സാർ, അത് പോയിട്ടോ പ്ലീസ്. സാർ മച്ചാനെ നീ പുറത്തിറങ്ങി തട്ടിക്കോട്ടോ. കാര്യമില്ലെന്ന് ഉറപ്പല്ലേ? ഉറപ്പാടാ. CCTV ക്യാമറ ഒന്നും ഇല്ലാത്ത ഏരിയ അല്ലേ? അല്ലടാ, ഇത് ഏതൊരു പട്ടിക്കാടാ, ഇവിടെ ആരും വിരത്ത് പോലും ഇല്ല. നല്ല രീതിയിലാണോ പാക്ക് ചെയ്തേക്കുന്നത്? ബ്ലഡൊന്നും താഴെ പോകല്ലോ. എങ്ങാനും ബ്ലഡ് താഴെ കൊണ്ടുണ്ടെങ്കിലേ പോലീസിനായിരിക്കും മണം പിടിച്ചു തരാൻ, പിന്നെ അത് മതി. അല്ലടാ, ഡബിൾ പാക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. പീസ് പീസാക്കി തന്നെയല്ലേ വെച്ചേക്കണേ? അതെടാ, പീസ് ആക്കി തന്നെ വെച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ ഞാൻ നൈസായിട്ട് സാധനം തട്ടിയിട്ട് വരാം. ആയിക്കോട്ടെ. എടേ നിന്ന് ഷോ കാണിക്കാതെ എടുത്ത് എറിയടേ. അല്ലാതെ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാനാ? ചോര ആവത്തില്ലല്ലോ, ചിക്കൻ്റെ ചോര മൊത്തം ഇല്ലാത്തോണ്ട് നാശം അവന്റെ പാക്കിങ്. അന്ന് നിനക്ക് ചെയ്തിട്ടായിരുന്നു പാക്ക്. നീ അന്നത്തെ വേസ്റ്റ് അന്നു കൊണ്ട് കളഞ്ഞോളൂ. എനിക്ക് ഭയ. ഡേ ഒന്ന് വേഗം കളഞ്ഞിട്ട് വാടേ. വണ്ടിയെടു. എന്തുവാടേ? വാ, രണ്ടാളും ഇങ്ങ് ഇറങ്ങി വന്നാട്ടെ. വാ 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 വാ. അപ്പം വേസ്റ്റ് കളയാൻ വന്നതായിരിക്കുമല്ലേ? ഈ പൊതുസ്ഥലത്ത് വേസ്റ്റ് കളയുന്നത് ശിക്ഷാർഹമാണെന്നറിയാമല്ലോ. പോരാത്തത് 10,000 രൂപ പിഴയും അറിയായിരിക്കുമല്ലോ. ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ട് വന്നതാ. എന്നാ പോട്ട് സാറേ പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിഞ്ഞപ്പോഴാണ് കറക്റ്റ് ടൈമിങ്ങിൽ റിവേഴ്സ് ഗിയറിൻ്റെ ശബ്ദം. എന്നാലും ഈ വന്ന കാലത്ത് വിൻറ്റേജ് ട്യൂണുള്ള റിവേഴ്സ് ഗിയറും കൊണ്ട് നടക്കുന്ന നിന്നെയൊക്കെ സമ്മതിക്കണോ, അതും വേസ്റ്റ് ഇടാൻ. ഇത് ബ്രോസ്റ്ററിന്റെ വേസ്റ്റാന്നടാ ബാസ്റ്ററുകളെ. സുമേഷ്, ജനമേത്രി. ഓ, അപ്പം എങ്ങനാ സ്റ്റേഷനിലോട്ട് വണ്ടി നിങ്ങളെടുക്കോ ഓ ഞങ്ങൾ എടുക്കണോ? ഞങ്ങളെടുത്തോളാം. മുടി മുളത്തിക്കൊണ്ടോ എനിക്ക്? സാറേ, അയ്യോ, ഇത്രയും വലിയ വണ്ടി ഒന്നും ഓടിക്കാൻ എനിക്ക് ഇറങ്ങൂടാ. ഇറങ്ങടാ. രണ്ടും ഇറങ്ങി പോന്നു. എടാ പച്ച നീ കയറോ? എടാ മുടി നീ എടുക്ക്. ഇതാ ഇന്ന് അവിടെ ഞാൻ ഇരിക്കും. എന്നാ പിന്നെ ആരും കൊണ്ടു. I am not okay. അയ്യോ സാറേ, സാറേ, എന്തുവാണ് സാറേ?
ഇവരാണ്